ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് നടത്തിയ ഹർത്താൽ, അതായത് നിതിൻ രാജിൻ്റെ മരണത്തിന് പിന്നിൽ, ആ മരണത്തിന് നിതിൻ രാജിന് നീതി കിട്ടാനായിട്ട് നടത്തിയ ആ സമരം വളരെ അലങ്കോലമായി പോയി, അപലപനീയമായി പോയി, അഹങ്കാരമായി പോയി എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിതിൻ രാജൻ എന്ന് പറഞ്ഞ ആ വ്യക്തി, ആ പയ്യന് നീതി കിട്ടണം. അത് എൻ്റെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം അതിൻ്റെ പേരിൽ അതിനകത്ത് ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? നീതി കിട്ടാനാണെന്നും പറഞ്ഞിട്ട് ആ ചെറുക്കിൻ്റെ പേര് പറഞ്ഞിട്ട് പല സംഘടനകളിൽപ്പെട്ട കൊടികളും ഉയർത്തിയിട്ട് ഈ എന്താ പറയുക, ഈ സമരക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, അക്രമകാരികൾ എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ അതുപോലുള്ള ആക്രമണങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവല്ല മുതൽ അങ്ങോട്ട് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കേരളത്തിൻ്റെ പല ഭാഗത്തും, കോട്ടയം, റാന്നി ഇവിടങ്ങളിലൊക്കെ പല ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം ഈ ചെറുക്കിനെ നീതി കിട്ടാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ആക്രമണത്തിൻ്റെ കാര്യം എന്താ? അതുപോലെ ആ ഹോസ്പിറ്റൽ കേസിൽ പോകുന്നവരെയൊക്കെ വരെ തടഞ്ഞിട്ടുള്ള ഒരു കേസ് ആണിത്. കാരണം എന്ന് വെച്ചാൽ പല ആളുകളും പല സ്ഥലത്തോട്ട് പോകുന്നതാണ്. മനസ്സിലായില്ല? പല സ്ഥലത്തോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ തടഞ്ഞു നിർത്തി. അതേപോലെ ഒരുപാട് KSRTC ബസ് തടഞ്ഞു നിർത്തി. അതിൽ യാത്രക്കാരെ വരയ്ക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുവാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷേ എന്നാൽ വളരെ കുറച്ച് ഈ ആക്രമണ രംഗങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവല്ല മുതൽ അങ്ങോട്ട് തുടങ്ങാം. ആ രംഗങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം.
എന്നെ അടിക്കുന്നു കണ്ടില്ലേ? ഇതാണ് കോലം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നതാ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഏതോ സംഘടന ശക്തികളാണ്. ഈ ഒരുപാട് പാർട്ടികളുണ്ട്. അതിപ്പം ഏതൊക്കെ സംഘടനകൾ, ഇവരുടെ തന്നെ ഈ ദളിതരുടെ തന്നെ ഒരുപാട് ആളുകൾ സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഈ ദളിതൻ എന്ന് പറയുന്ന ഈ നിതിൻ രാജിൻ്റെ പല ചാനലുകാരും ഒക്കെ പറയുന്നുണ്ട്. ഈ ദളിതൻ എന്ന് ഒരു വട്ടം പറഞ്ഞാൽ പോരെ, അവൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല അതിൽ. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ വണ്ടി തടുക്കുന്നു. അപ്പോൾ അവിടെ ചന്ദനക്കൂറ് ഇട്ട ആൾ ഇറങ്ങി വരുന്നു. അവർ മാധ്യമത്തോട് സംസാരിക്കുകയാണ്. അപ്പം അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘടനകൾക്ക് ഇതുപോലുള്ള പിന്നെ സമരങ്ങളൊക്കെ നയിക്കാൻ സാധിക്കും. ഇവരുടെ സമരങ്ങളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അത്ര ശക്തമായ സംഘടനകളാണ്. വണ്ടി പോലും ഓടിക്കാത്ത ഇറക്കത്തില്ല. അതുപോലുള്ള നേതൃത്വം നൽകുന്ന സംഘടനയാണ്. അവർ ശക്തമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സംഘടനകളും ഓടുന്നില്ല, അല്ല ഒരു വണ്ടി പോലും ഓടത്തില്ല. എന്നിട്ട് ഇയാൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഈ പാലം കടക്കാനായിട്ട് നാരായണനെ വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ കരയിൽ അക്കരയിലോട്ട് തോണി തുഴഞ്ഞ് പോണ പോലെ അക്കരെ എത്താനായിട്ട് നമ്മൾ തോണി തുഴയല്ലോ എന്ന് പറഞ്ഞ പോലെ ഇയാളെ അപ്പുറത്തുനിന്ന് ബൈക്ക് എടുത്ത് വരുന്നതായിട്ട് കണ്ടു. ബൈക്ക് എടുത്ത് വരുന്നത് ആ മാധ്യമ പ്രവർത്തകർ കണ്ടു. അപ്പോൾ നിങ്ങളും ബൈക്ക് എടുത്ത് വരുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അവരുടെ ആവശ്യം പറഞ്ഞു. അപ്പോൾ എന്താണ് പിന്നെ അയാൾ ഈ സമരം കൊണ്ട് ഈ സമരം ചെയ്യുന്നതിൽ കാര്യം എന്താ? അയാളൊരു സമരക്കാരനാണ്. ഈ സമരം ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് എന്താ കാര്യം? അതുപോലെ തന്നെ വേറൊന്ന് റാന്നിയിലുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. എങ്ങനെങ്കിലും വീട്ടിൽ പോയാൽ വീട്ടിൽ പോകാൻ കാശില്ല. ക്ലോസ് ഷട്ടർ
നടക്കുന്നതൊന്നും കാര്യമായിട്ട് ഒരു അഭിപ്രായവും അതിനുള്ള നിയമവും ഉണ്ടായിരുന്നല്ലോ. നിയമം ഉണ്ടായിട്ട് ഇങ്ങനെ ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന ഭരണസംഹിത അതിനെ നേരായ രീതിയിൽ നടത്താൻ പോലും കഴിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇപ്പൊ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചോദ്യം അവിടെ നിൽക്കുക. ചേട്ടൻ വണ്ടിയിലാണ്. ഞാൻ വണ്ടിയിൽ വന്ന് കറക്റ്റാണ്. അല്ലാതെ എനിക്കിപ്പോ അവിടെ നിന്ന് ഇങ്ങറ്റം വരെ നടന്നു വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വണ്ടിയിലുണ്ട്. മുന്നേ വരായിരുന്നല്ലോ. ഹർത്താലിന് നേരത്തെ വന്ന് വണ്ടി അവിടെ വെച്ചിരുന്നു. ഇപ്പൊ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഈസ്റ്റ് കോർട്ടിലുണ്ടായിരുന്നു ഞങ്ങള്. അങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാണ്. ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ട്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വലുതായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹർത്താലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന പയ്യന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാം. അതൊരു ഹർത്താലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവും തോന്നുന്നു? ഇല്ല, ഒരു നടപടിയുണ്ടാവില്ല. എന്താണ് ജനങ്ങൾക്ക് ഉപദ്രവമായി? ജനങ്ങൾക്ക് ഉപദ്രവമുണ്ട്. അത്ര ഉപദ്രവമില്ല. എന്നാലും വണ്ടികൾ ഓടുന്നുണ്ട്, വേറെ കുഴപ്പമില്ല. ആ കൊച്ചിനൊരു നീതി കിട്ടണമെന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞങ്ങൾ. നല്ലൊരു നീതി കിട്ടണം. അത് ഇങ്ങനെ ഒരു ഹർത്താലാക്കിയിട്ട് അല്ലെങ്കിൽ സർക്കാർ അറിയാതെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊരു കക്ഷിയായിട്ട് നമ്മൾ കൊണ്ടുപോയി നല്ല രീതിയിൽ നമ്മൾ ഇത് ചെയ്യുക. ഇല്ലേ, ഇതിപ്പോ 4-5 ആൾക്കാർ ഉയർന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല. ഉണ്ടോ? മറ്റേ എല്ലാ സംഘടനകളും നമുക്ക് വിളിച്ചു വരുത്തി ആ കൊച്ചിന് ഒരു നീതി കിട്ടാൻ വേണ്ടി, ആ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്ക്, ആ കൊച്ചിന്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടാൻ വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇല്ലേ, അതാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ തമ്പാൻ സ്റ്റാൻഡിലാണ് ഓടുന്നത്. രാവിലെ ഓട്ടോ ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ആ വീഡിയോയിൽ റാന്നിയിൽ ഒരു ചെറിയാൻ തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അതായത് ഒരു മധ്യവയസ്കൻ, 50-51 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം ജോലിയുടെ ആവശ്യത്തിനായിട്ട് കാര്യങ്ങൾക്കായിട്ട് രാവിലെ പോയതാണ്. അപ്പോൾ തലേ ദിവസങ്ങളിൽ സമരക്കാർ പറഞ്ഞ് വണ്ടിയൊന്നും തെടുക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം വണ്ടി എടുത്ത് പോരുന്നത്. അദ്ദേഹത്തെ ആക്രമിക്കുന്ന രംഗങ്ങളും കൂടി നമുക്കത് കാണാം. മനസ്സിലായില്ലേ? ക്കെതിരെ ഇപ്പോൾ പെരുമ്പട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് ചെറിയാൻ തോമസ് വ്യക്തമാക്കുന്നത്. തലേ ദിവസത്തെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ വാഹനങ്ങൾ തടയില്ല എന്നായിരുന്നു സമരാനുകൂലികൾ പറഞ്ഞിരുന്നത്. അത് കണ്ടാണ് താൻ പുലർച്ചെ ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി വാഹനവുമായി ഇറങ്ങിയത്. അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്കായി പോകും വഴിയാണ് ഹർത്താൽ ആനുകൂലികൾ തടയുന്നത്. ഉടൻ തന്നെ വാഹനം ഒതുക്കുകയും ചെയ്തു. പിന്നീട് സംസാരം നടക്കുകയും തർക്കമുണ്ടാവുകയും കാറിനുള്ളിലിരുന്ന തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ അടക്കം പ്രചരിച്ചതിൽ അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ട് എന്ന് പറയുന്നു. ഈ കാര്യത്തിൽ നീതിയുക്തമായ നടപടിയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഹർത്താലുകൾ
എത്തുമ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനങ്ങളിൽ നിന്നും ഹർത്താൽ നടത്തുന്ന ആളുകൾ, രാഷ്ട്രീയക്കാരൊക്കെ വന്നതോടുകൂടിയാണ് ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലായോ? ജനങ്ങൾ ഇങ്ങനെ ആയത് ഈ ഭരണം കൊണ്ടല്ല, വേറൊന്നും കൊണ്ടുമല്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു, നാളെ എന്റെ ജീവൻ ഇല്ലാതാവുമെന്ന് എനിക്ക് ഉറപ്പ്. എന്താ എനിക്ക് ഉറപ്പ്? ഓരോറപ്പും ഇല്ല. എവിടെ ആയാലും ഞാൻ തുറന്നു പറയേണ്ടത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം, അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്കും അവർക്കും ഇതുപോലെ ആണെന്ന് എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ പൊടിക്കുഞ്ഞുങ്ങളോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാത്തതാ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാരുടെ വീട്ടിലായിരുന്നു അവന്മാരെന്ത് ചെയ്തേ? അവന്മാരുടെ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? നിങ്ങൾ അങ്ങനെ പോകും? സമരക്കാരോട് പറ, ഓട്ടോ വിളിച്ചു വിടാൻ പറ. എങ്ങോട്ടാ പോണ്ടേ? സമരക്കാർക്ക് നിങ്ങളുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തടഞ്ഞു നിർത്തിയപ്പോ എന്തോ ഡ്രൈവർ വന്നപ്പോ പറഞ്ഞു വിട്ടു. ഞങ്ങളൊന്നും മിണ്ടിയില്ല. പോലീസിന് പറയുന്നുണ്ടോ കൊണ്ടുവരണമെന്നാണ്? വേണ്ട, ഞങ്ങൾക്ക് ആരും സഹായം വേണ്ട. സമരക്കാരൊന്നും സമരം നിശ്ചയിച്ചില്ല. സാരമില്ല, വേറൊന്നും കൊണ്ടുവല്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു, നാളെ എന്റെ ജീവൻ ഇല്ലാതാവുമെന്ന് എനിക്ക് ഉറപ്പ്. എന്താ എനിക്ക് ഉറപ്പ്? ഓരോറപ്പും ഇല്ല. എവിടെ ആയാലും ഞാൻ തുറന്നു പറയേണ്ടത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് എന്താ പറയുന്നത്? ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം, അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്കും അവർക്കും ഇതുപോലെ സാഹചര്യങ്ങൾ റേഡിയോ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞതാ. ഇനി അതിലും വലിയ വേറൊരു വിറ്റുണ്ട്. 2 പെണ്ണുങ്ങൾ കുട്ടിയായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ കുട്ടികളെ അവരെ തടുത്തിട്ട് ഈ സമരക്കാർ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. അതിന് ശക്തമായിട്ട് തന്നെ അവരും തിരിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങളാരെയും പരസ്യമായിട്ട് പറയും. പിന്നെ ഇവർ പറയുന്നത് പിണറായിയാണ് സമരം ഉണ്ടാക്കാൻ പറഞ്ഞത്. പിണറായിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിണറായി ഇതുപോലെ തന്നെ ആരെയും ഒരു സമരക്കാരോട് സമരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്. പിന്നെ അയാളുടെ പേരെന്തിനാണ് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറയേണ്ട കാര്യം എന്താ? സമരക്കാർ തന്നെ ഉണ്ടാക്കി കുത്തിപ്പൊക്കി ഉണ്ടാക്കിയ പ്രശ്നമാണ്. കടകൾ അടപ്പിക്കുന്നു, കടകൾ പിന്നെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു, കാറുകാരെ തടയുന്നു, ബൈക്കുകാരെ തടയുന്നു. ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇപ്പോൾ ഈ വീഡിയോ തുടക്കത്തിൽ നിങ്ങൾ കണ്ടാണല്ലോ. അതല്ലാതെ പിണറായി സമരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര പോലീസ് സന്നാഹങ്ങളൊക്കെ വേണം. അത് സംഭവം ശരിയാണ്. അയാളെ ഇങ്ങനെ ആക്രമണം നടത്താമെന്ന് പറഞ്ഞില്ല. പോലീസ് വളരെ കഷ്ടപ്പെട്ട് ജനങ്ങളെ പിന്നെ മറ്റുള്ള ആളുകളെ യാത്രക്കാരെയൊക്കെ പിന്നെ വിടുന്നുണ്ട്. മനസ്സിലായില്ലേ? ശരി, എന്നാൽ വേറൊന്നും പറയാനൊന്നുമില്ല. വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ.